ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്റർ അകത്തേക്ക് യാത്ര ചെയ്താൽ റോഡിനരികിലായി ഒരു കൊട്ടാരത്തിന്റെ കാഴ്ച കാണാം. ഇതാണ് ആറ്റിങ്ങൽ പാലസ്. ആറ്റിങ്ങൽ കോയിക്കൽ കൊട്ടാരം എന്നും ഇത് അറിയപ്പെടുന്നു. കൊട്ടാരത്തിന്റെ കാഴ്ചകൾ കാണാനായി ഇവിടെ എത്തിയപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവാതെയും കൊട്ടാരം കാട് കയറി പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലുമായിരുന്നു. കേരള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച 700 വർഷത്തിലധികം പഴക്കമുള്ള ഈ കൊട്ടാരം 8-കെട്ട് മാതൃകയിലുള്ളതാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അമ്മ വീടും ആറ്റിങ്ങൽ റാണിമാരുടെ ഇരിപ്പിടവുമായിരുന്നു ഈ കൊട്ടാരം. കൊട്ടാരത്തോട് ചേർന്ന് 4 ക്ഷേത്രങ്ങളും ഇവിടെ 10 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടന്നിരുന്ന കൊട്ടാരം ഇന്ന് 6 ഏക്കറിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. AD 1305 കോലത്ത് നാട്ടിൽ നിന്ന് വേണാട്ടിലേക്ക് ദത്തെടുത്ത രാജകുമാരിമാർക്ക് താമസിക്കാനായി നിർമ്മിച്ചതാണ് ആറ്റിങ്ങലിലെ ഈ കൊട്ടാരം. ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ റാണിമാരുടെ സന്തതി പരമ്പരകളായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ. തിരുവിതാംകൂർ രാജവംശത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണെന്ന് പറയാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപ് ആറ്റിങ്ങൽ റാണി വേണാട് രാജാവിനും അതീതയായിരുന്നതായി തിരുവിതാംകൂർ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ചതും 14 വയസ്സുവരെ വളർന്നതും ആറ്റിങ്ങൽ കൊട്ടാരത്തിലാണ്. ആറ്റിങ്ങൽ കലാപവുമായി ഈ കൊട്ടാരത്തിന് ബന്ധമുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി രാജ്യത്ത് തന്നെ ആദ്യം നടന്ന വലിയൊരു കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. 1721 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ ക്യാപ്റ്റൻ വില്യം ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ വാർഷിക കപ്പവുമായി ആറ്റിങ്ങൽ റാണിയെ മുഖം കാണിക്കാൻ ഈ കൊട്ടാരത്തിലെത്തി. അന്ന് രാത്രി തന്നെയാണ് ആറ്റിങ്ങലിലെ കൊല്ലമ്പുഴയിൽ വച്ച് ഇംഗ്ലീഷുകാർക്കുമേൽ നാട്ടുകാരുടെ ആക്രമണമുണ്ടായത്. ക്യാപ്റ്റൻ വില്യം ഗിഫോർഡ് ഉൾപ്പെടെ 140ഓളം ബ്രിട്ടീഷുകാരാണ് അന്ന് മരിച്ചു വീണത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ഐതിഹാസിക ഏടാണ് ആറ്റിങ്ങൽ കലാപം. ഈ ആറ്റിങ്ങൽ കലാപം തന്നെയാണ് ആറ്റിങ്ങൽ കൊട്ടാരത്തെയും ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നത്. കൊട്ടാരത്തിന്റെ അത്ര തന്നെ പഴക്കമുള്ള ക്ഷേത്രങ്ങളും വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷവുമാണ് ഇവിടെ. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പരദേവതാസ്ഥാനമായ തിരുവാറാട്ടുകാവ് ഉൾപ്പെടെ 4 ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഈ കൊട്ടാരം നവീകരിച്ച് ഒരു പുരാവസ്തു മ്യൂസിയം ആക്കാനാണ് പദ്ധതി. പക്ഷെ വളരെ മന്ദഗതിയിലുള്ള നവീകരണമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ളതും ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഇത്തരം നിർമ്മിതികളൊക്കെ ഇനി വരും തലമുറയ്ക്കും കാണാൻ സാധിക്കട്ടെ. ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ട്രാവൽ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.